നമ്മൾ പഠിച്ചത് കൺവേർഷൻസ് ആയിരുന്നു. അതിൽ നമ്മൾ എല്ലാ നമ്പേഴ്സും ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ to decimal, then up to hexadecimal. How did we convert? Then first decimal, then to octal. നമ്മൾ കൺവേർഷൻ പഠിച്ചത് ഇങ്ങനെയാണല്ലേ, ബൈനറിയിൽ നിന്നും ഒക്ടലിൽ നിന്നും ഹെക്സാഡെസിമലിൽ നിന്നും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ ഡെസിമലിൽ നിന്ന് ബൈനറിയിൽ നിന്നും ഒക്ടലിലേക്കും ഹെക്സാഡെസിമലിലേക്കും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്കോ ഹെക്സാഡെസിമലിലേക്കോ ഏത് നമ്പറിൽ നിന്നും ഏത് നമ്പർ സിസ്റ്റത്തിലേക്കും നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചില്ലേ? അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത്. ഇനി നമ്മുടെ ടോപ്പിക്ക് ഞാൻ വളരെ കുറച്ച് പോർഷനെ ഞാൻ എടുക്കുന്നുള്ളൂ. ചെറിയൊരു പോർഷനാണ്, നമുക്കത് പെട്ടെന്ന് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാം. അതായത് നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ചു, ഒരു കുട്ടി ചോദിച്ചതാണ് എന്താണ് ബിറ്റ്സ് എന്ന്. ബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ ബേസ് എത്രയാണ്? ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് ഓക്കെ വെരി ഗുഡ്. അതായത് ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 2 ആണല്ലേ, 2. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രണ്ട് സിമ്പിൾസ് ഏതൊക്കെയാണ്? 1 and 0. ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ ഹ്യൂമനിൽ നിന്ന് മെഷീനിലോട്ട് പോകും തോറും അവിടെ പല കൺവേർഷൻസും നടക്കുന്നുണ്ട്. മെഷീന് മനസ്സിലാകുന്ന ഭാഷയാണ് എന്ത്? ബൈനറി ലാംഗ്വേജ്. അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരിൽ നിന്ന് മെഷീനിലോട്ട് പോകും തോറും ഒരു ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അല്ലേ? നമുക്ക് നാച്ചുറൽ ലാംഗ്വേജ് ആണ്. നാച്ചുറൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മുടേത് ഏതാണോ ഏതാ ഇംഗ്ലീഷോ മലയാളമോ അങ്ങനത്തെ ഏതാണെന്ന് വെച്ചാൽ ലാംഗ്വേജ് അത്. പക്ഷെ ആ ലാംഗ്വേജ് ആർക്ക് മനസ്സിലാവില്ല? നമ്മുടെ മെഷീന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളെ ഹ്യൂമണിൽ നിന്ന് മെഷീനിലോട്ട് ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട്. മെഷീന് മനസ്സിലാകുന്ന ഭാഷയാണ് ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് എന്നൊക്കെ പറയാം. ഈ മെഷീൻ ലാംഗ്വേജിൽ വരുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റമാണ് നമ്മുടെ മെഷീനിൽ യൂസ് ചെയ്യുന്നത്. അതിലായിട്ട് വരുന്ന രണ്ട് ബിറ്റ്സ് ഏതാണ്? രണ്ട് നമ്പേഴ്സ് വരുന്നത് 1, 0 ആണ്. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് ബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബിറ്റ്സ് എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റത്തിലെ ഈ 1 and 0 പറയുന്നതാണ് ബിറ്റ്സ് എന്ന്. ഇപ്പൊ ഒരു ബിറ്റ് എന്ന് പറയുമ്പോൾ 0 ഇതൊരു ബിറ്റാണ്, 1 ഇതൊരു ബിറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഇപ്പം മനസ്സിലാക്കുക എന്താണ് ബിറ്റ്സ് എന്ന് പറയുന്നത്. ഒറ്റ കാര്യമുള്ളൂ, ബൈനറി നമ്പർ സിസ്റ്റത്തിലെ ആ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ബിറ്റ്സ്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ വരുന്ന സമയത്ത് വോൾട്ടേജ് ലെവലാണ്. ഇങ്ങനെ ഒരു ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ് അങ്ങനെയൊക്കെ ആയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഡിസ്കിലൊക്കെ വരുന്ന സമയത്ത് ചെറിയ ഡോട്ട്സ് ഒക്കെ ആയിട്ടാണ് ബിറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചത് കൺവേർഷൻ ആയിരുന്നു അല്ലേ? ബൈനറി നമ്പറിൽ നിന്നും നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനും നമുക്കപ്പോൾ ഒരു ബൈനറി നമ്പറിൽ നിന്ന് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം? ആദ്യം ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം, ദെൻ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയല്ലേ? മുഹമ്മദ്
മുഹമ്മദ് മുഫല്ലൽ എന്നാണോ പേര് ഇയാളുടെ? ഇപ്പൊ ജോയിൻ ചെയ്ത ആളുടെ പേര്? അതെ അതെ. ആ ഇയാളുടെ ഇമെയിൽ ഐ ഡി എനിക്കൊന്ന് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യൂ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളത് ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ഒക്ടയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ബൈനറിയിൽ നിന്ന് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക, പിന്നീട് ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിനൊരു എളുപ്പ വഴിയുണ്ട്, ഒരു സിമ്പിൾ വേ. അതായത് നമുക്ക് ബൈനറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒക്ടലിലോട്ടും ഹെക്സാഡെസിമലിലോട്ടും കൺവേർഷൻ നടക്കും. അതേപോലെ തന്നെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഹെക്സാഡെസിമലിൽ നിന്നും ബൈനറിയിലോട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺവേർഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് അറിയുന്നതിന് മുന്നേ നമുക്ക് ഈ ബൈനറി നമ്പേഴ്സിനെ പറ്റി കുറച്ച് പഠിക്കാനുണ്ട്. നമ്മുടെ ഒക്ടൽ നമ്പേഴ്സിൽ ഏതൊക്കെയുള്ളത്? ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 6, 7. 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ ഒക്ടൽ നമ്പേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതിന് നമുക്ക് ഇതിൻ്റെ ബൈനറി ആയിട്ട് വരുന്നത്, ബൈനറി നമ്പേഴ്സിന് ഈ 8 നമ്പേഴ്സിനെ നമുക്കൊന്ന് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0ക്ക് 0, 1ന് വരുന്നത് 1 തന്നെ. ഇനി 2ന് വരുന്നത് 1 0 ആണ്. ജസ്റ്റ് ഒരു 1 ആഡ് ചെയ്യുക. ബിറ്റ് അഡീഷൻ ഇങ്ങനെയാണ്, 1 + 1 = 1 0. ബിറ്റ് അഡീഷൻ വരുന്നത്, അതായത് ബൈനറി നമ്പേഴ്സിലെ ഈ അഡീഷൻ 1 + 1 എന്ന് പറയുന്നത് 1 0 എന്നാണ്. 0 + 1 ഇത് പഠിക്കുക കേട്ടോ. 1 ഇത്രയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇത് പഠിക്കുക. 1 + 1 എന്ന് പറയുന്നത് 1 0, 0 + 1 എന്ന് പറയുന്നത് 1. അതുകൊണ്ട് തന്നെ 1 + 1 ഒന്നും കൂടെ നമുക്കൊന്ന് കൂട്ടണം. അപ്പോൾ 1 0. ഈ 1 0യോട് കൂടി ഒന്നും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 1 1. സാധാരണ അഡീഷൻ തന്നെ, ഇവിടെ ഒരു +1 കൊടുക്കുമ്പോൾ 1 1. ദെൻ 4ന്റെ കേസ് വരുമ്പോൾ എങ്ങനെ ഇത് ആഡ് ചെയ്യുക? 1 1 കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 + 1 1 0 ആണല്ലേ, അപ്പം അതിൽ 0 നമ്മളിവിടെ ഇടും. ബാക്കി ശിഷ്ടം 1. 1 + 1 0, ബാക്കി ശിഷ്ടം 1, അത് ഇനിയില്ല. സോ 1 0 0. അപ്പോൾ 4ന് 1 0 0. ഓക്കെ. അതേപോലെ ഇതിൽ വരുമ്പോൾ എങ്ങനെ വരുന്നത്? ഒരു 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 0 1. ഇനി 6ന് വരുമ്പോൾ ഇതിലേക്ക് ഒന്നും കൂടെ ആഡ് ചെയ്താൽ 1 0 1ലേക്ക് ഒരു 1 കൂടെ ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? 1 + 1 0. ഇവിടെ 1 + 1 എന്ന് പറയുമ്പോൾ 1 0 ആണ് അല്ലേ? 1 0 ആണ്. അപ്പോൾ അതിൽ 0 ഇവിടേക്ക് ഇറക്കിയിട്ടു, 1 ശിഷ്ടം വരും അല്ലേ? അപ്പോൾ വീണ്ടും എന്താ വരിക? ഇവിടെ ആ 1 ഇവിടെ വരും അല്ലേ? ദെൻ 1 1 0, 1 1 0. ദെൻ ഒരു 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 1 1. ഇപ്പം ഇതാണ് നമുക്ക് കിട്ടിയത്, ഓരോന്നിനും ഇവിടെ കിട്ടിയത്. ഏതൊക്കെയാണ് വരുന്നത്? 0 1 1 0. ജസ്റ്റ് ഞാൻ ഇത് ഇവിടേക്ക് എടുത്ത് എഴുതാൻ കാരണം ഒരു കാര്യമുണ്ട്. 1 0 1 1 1 0 1 1 1. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ഒക്ടൽ നമ്പറിന് ഒരു ഒക്ടൽ നമ്പറിനെ, ഇപ്പം ഇത് മാക്സിമം വലിയ ഒക്ടൽ നമ്പറാണ് 7. ഒക്ടൽ നമ്പർ വലിയ മാക്സിമം നമ്പർ അല്ല, നമ്മുടെ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിൽ ഏറ്റവും വലുത് 7 ആണ്. അതുകൊണ്ട് തന്നെ ഒരു നമ്പറിനെ ബൈനറിയിലേക്ക് 7നെ റെപ്രസെൻ്റ് ചെയ്യാൻ എത്ര ബിറ്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്? 3 ബിറ്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. 3 ബിറ്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇവിടെ നോക്കുക. അപ്പോൾ അത് ഒരു ഒക്ടൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 3 ബിറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെയൊക്കെ ജസ്റ്റ് ഇവിടെ അതിനോട്ടൊന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ
ഒക്കെ 00 കൊടുക്കുകയാണ്. ഇപ്പം ഇതിന് മാറ്റമൊന്നുമില്ല, സെയിം തന്നെയാണ്. അതായത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുക, ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ചെയ്തതിൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു ഒക്ടൽ നമ്പറിനെ ബൈനറിയിലോട്ട് മാറ്റുമ്പോൾ അതിന് മാക്സിമം 3 ബിറ്റ് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ്. ഇനി ജസ്റ്റ് നമുക്ക് ഒക്ടലിൻ്റെ കേസ് മാത്രം ഞാൻ പറയാം, പിന്നീട് ഞാൻ ഹെക്സാഡെസിമലിൻ്റെ കേസ് പറയാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു നമ്പറാണ് 657 എന്ന് പറയുന്ന ഒരു ഒക്ടൽ നമ്പർ. ഇതിനെ എനിക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ 7ന്റെ ബൈനറി ഇതിലേതാ വരുന്നത്? 111. ജസ്റ്റ് 111 അതിവിടെ എടുത്തെഴുതാം. 5ന്റെ ബൈനറി ഏതാ വരുന്നത്? ബൈനറി വേർഷൻ 101 അതിവിടേക്ക് എടുത്തെഴുതാം, 101. 6ന്റെ ഏതാ വരുന്നത്? 110. ഇത്രയേ ഉള്ളൂ. 657നെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 110, 101, 111. ഇതാണ് 657ന്റെ ബൈനറി ഇക്വാലന്റ്. ഇവ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല? ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഡെസിമലിൽ നിന്ന് പിന്നെ വീണ്ടും ഇങ്ങോട്ട് ബൈനറിയിലോട്ട് അങ്ങനെ ഒരു വരുന്നില്ല. ജസ്റ്റ് നമുക്ക് ഇത് പഠിച്ചു വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഡയറക്റ്റ് പഠിച്ചു വെച്ചാൽ മതി. 1 എത്രയാണ്, 2 എത്രയാണ്, 3 എത്രയാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. അതാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. താണും ഇതിനൊരു ഇതുണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട്, കണ്ടോ? 001 കണ്ടോ ഇതിൻ്റെ ഒരു ഫോർമാറ്റ്? 001 1011 100 അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഇതിൽ അങ്ങ് പോയാൽ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഈസിയാണ് അത് പഠിക്കാൻ. അപ്പോൾ ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു നമ്പറാണ്. ജസ്റ്റ് ഇതിൽ തന്നെ ചെയ്യാം, നിങ്ങൾക്ക് നോക്കാൻ ഈസിക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു നമ്പർ 105. ഇങ്ങനെ ഈ നമ്പർ, ഇതിനെ ഇത് ഒരു ഒക്ടൽ നമ്പറാണ്. ഇതിൻ്റെ ബൈനറി എനിക്ക് കാണണം. എങ്ങനെ കാണാൻ പറ്റും? 5ന്റെ ബൈനറി ഇക്വാലന്റ് 101. 0ന്റെ ബൈനറി ഇക്വാലന്റ് എന്താണ്? 000. 3 ബിറ്റ് ഇവിടെ നിർബന്ധമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു ഒക്ടൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് മാക്സിമം 3 മാക്സിമം ആൻഡ് മിനിമം 3 ബിറ്റ്സ് എന്തായാലും മസ്റ്റാണ്. 3 ബിറ്റ്സ് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിനും കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 3 ബിറ്റ്സിലേക്കായിട്ട് മാറ്റുക. ദെൻ 001. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ അവസാനം എഴുതുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് 0 വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കളയാം. അപ്പോൾ 1000101 ഇതാണ് ഇതിൻ്റെ ഏതാണ് ബൈനറി ഇക്വാലന്റ്. ഇനി വേറൊരു ഇത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു നമ്പർ ചെയ്ത് നോക്കാം. 6145 എങ്ങനെ എഴുതാൻ പറ്റും? 5ന് എത്രയാണ്? 101. 4ന് 100. 1ന് 001. 6ന് 110. ഡൺ. ഓക്കെ, ഇനി നമ്മൾ നേരെ തിരിച്ച്
തിരിച്ചൊരു ഒരു കേസ്. നമുക്കൊരു ബൈനറി നമ്പർ കിട്ടി. 11001110 ഇങ്ങനെ ഒരു നമ്പർ കിട്ടി. ഇതിനെനിക്ക് ഇതിലേക്ക് ആക്കണം, ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ജസ്റ്റ് ഇതിനെ 3 ബിറ്റായിട്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ ഡയറക്റ്റ്ലി കൺവേർട്ടർ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ്ലി ആയിട്ട് നമുക്ക് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. 110 എന്താണ്? 6 ആണ്. 001 1 ഇതെത്രയാണ്? 3 അല്ലേ? നോക്കാം നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ലാസ്റ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണും. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്പം തന്നെ എഴുതാം. 000 001 010 011 100 101 110 111 ഇങ്ങനെയാണ് അങ്ങോട്ട് എഴുതി പോവാം. എന്നിട്ട് 2 3 4 5 6 7 ഇതുകൊണ്ട് ജസ്റ്റ് 110ക്ക് എന്താണ്? യെസ് 6 എടുത്ത് എഴുതുക. 001 1 ആണ്. 011 3 ആണ്. ജസ്റ്റ് ഗോട്ട് ഇറ്റ്. ഇക്വാലന്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കിപ്പോൾ ബൈനറിയിൽ നിന്ന് ഒക്ടലിലോട്ടും ഒക്ടലിൽ നിന്ന് ബൈനറിയിലോട്ടും കൺവേർട്ട് ചെയ്യാൻ പഠിക്കും. ഒരു നമ്പറും കൂടെ ജസ്റ്റ് നോക്കാം. ഒരു റാൻഡം നമ്പർ ലൈക്ക് 11000001 ജസ്റ്റ് മിസ് അവിടെ 2 അല്ലേ വരിക? അവിടെ 3ന്റെ അടുത്ത് എവിടെ? 3ന്റെ അടുത്ത് 2 അല്ലേ വരിക? 316 എഴുതിയെടുത്തില് അതെങ്ങനെയാ വരുന്നത്? 01110 അല്ലേ? ഇവിടെയാ? ഇതാണോ ഉദ്ദേശിച്ചത്? അല്ല, അതിന്റെ തൊട്ടപ്പുറത്തെ അവിടെ 010 യെസ് 110 അല്ല 10 യെസ്. അല്ലല്ല, അത് 110 അല്ലേ? 110 അല്ലേ? അത് 6 തന്നെയല്ലേ വരിക? 6 തന്നെയാണ്. മിസ് 3 അതും 011 അല്ലേ? 011 ആണോ? ഓക്കെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ റെഡി മിസ്. ദെൻ അടുത്തത് നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് 3 ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 3 നമ്പേഴ്സ് 3 ബിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 011 എന്താ വരുന്നത്? 3. 000 എന്താ വരുന്നത്? 0. 100 എന്താ വരുന്നത്? 4. 0 ഇവിടെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. തികയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് എടുത്തെഴുതാം. അപ്പോൾ എത്ര വരുന്നു? 103 8 this 2. ഇങ്ങനെയാണ് നമ്മൾ ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്കും ഒക്ടലിൽ നിന്ന് ബൈനറിയിലോട്ടും വളരെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ കോഡുകൾ മാത്രം പഠിച്ചു വെക്കുക. അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി വരും. എന്തേ വല്ല ഡൗട്ടുണ്ടോ? മാം, ഒക്ടലിന് ബൈനറിയിലേക്ക് മാറ്റുമ്പില്ലേ, ഫസ്റ്റില് 1 ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 0 ഇടണം നിർബന്ധമുണ്ടോ? എങ്ങനെ? ഇതിലുണ്ടോ? ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്ക് മാറ്റുക. അപ്പൊ ഒക്ടലിൽ തന്ന നമ്പറിൽ ഫസ്റ്റ് 1 ആണെങ്കിൽ നമ്മൾ ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 0s ഇടണോ? ഇത് ഇടണോന്നാണോ ചോദിക്കുന്നത്? അത് വേണ്ട. നമ്മള് അവസാനം വരുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെ വരുമ്പോ എന്താണ് അത് വേണ്ട. എന്നാ ഇടയിലാ വരുന്നതെങ്കിൽ പ്രശ്നമാവും. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അതേമാതിരി 4ന്റേത് 100 അല്ലേ? അപ്പൊ അത് ട്രെയിലിംഗ് ആവുമ്പോ അത് ഇടണ്ടേ? ഞാൻ പറഞ്ഞുതരാം, നമുക്ക് നോക്കാം. ഇപ്പൊ 111 ഇതൊരു ഒക്ടൽ നമ്പർ ആണ്. ഇതിനെ നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യണം? 1ന് 001, ഈ 1ന് 001, ഈ 1ന് 001. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ അവസാനത്തെ ഈ 00 നമുക്ക് കളയാം. പക്ഷെ ഇതിന്റെ ഇടയ്ക്കുള്ള ഒന്നും കളയരുത്. പിടികിട്ടിയോ? 1001 001 ഇറ്റ്സ് ഫൈൻ. ഇതൊക്കെ കളഞ്ഞ പണി കിട്ടും.
ലാസ്റ്റിൽ 4 ആണെങ്കിലോ? ലാസ്റ്റിൽ 4 ആണെന്നുണ്ടെങ്കിലോ എത്ര 411 ഇങ്ങനെയാണെങ്കിലാണോ ചോദിക്കണം? അല്ല 114 ആണെങ്കിൽ 114 ആണെന്നുണ്ടെങ്കിൽ 114 അതെങ്ങനെ കളയാൻ പറ്റുക? അടി കിട്ടുന്നുണ്ട്. 4 എങ്ങനെയാ വരുന്നത്? 100 ഇതല്ലേ 4ന്റെ ഇക്വാലന്റ് 100. ഇത് വരുമ്പോ 001. ഇത് വരുമ്പോ 001. ഇത് കളഞ്ഞ അവസാനത്തെ ഈ ആദ്യം വരുന്ന 0ത്തിന് വാല്യൂ ഉണ്ടേ. നിങ്ങൾക്ക് ഇപ്പൊ 100ഉം 1ഉം ഒന്നാ? ഈ 2 0ത്തിന് വാല്യൂ ഇല്ലേ? ഈ 100ഉം ഇതും ഒന്നല്ലല്ലോ, 2 വ്യത്യാസമല്ലേ? ഇത് ഓക്കെ മാം, സ്റ്റാർട്ടിങ് മാത്രം അല്ലേ? ഇത് മാത്രം ഇവിടുത്തെ മാത്രമേ നമുക്ക് കളയാൻ പറ്റുള്ളൂ. ഇവിടെ വരുന്നിട്ടാ, ഇവിടെ വന്ന് കളഞ്ഞ മിസ് നേരത്തെ ചെയ്തൊന്നുകൂടി ചെയ്യോ? 111000060 പിന്നെ 11 വരുന്നത് ഏതാ? ഇതാണ്. അതില്ല, അവിടെ ഇങ്ങനെ 1 കിട്ടി. ഇതോ? ലാസ്റ്റ് ഫസ്റ്റ് 1 അയ്യോ ഒന്നില്ല താഴെ. ഇതോ? ഒക്ടലിലേക്ക് മാറ്റിയിട്ടില്ല, അവിടെ 1 എഴുതിയില്ലേ? ഇതാണോ? അതെ. ഇത് ഫസ്റ്റ് 10113 011 എന്നുള്ളത് 3. 3. പിന്നെ ട്രിപ്പിൾ 300 തന്നെ. പിന്നെ 100 4. പിന്നെ 001 അല്ലേ? 001 2 അല്ലേ? എങ്ങനെ 001 എങ്ങനെ 2 വരുന്നത്? അങ്ങനെ അല്ലായിരുന്നു നേരത്തെ. അപ്പൊ അവിടെ 001 എത്രയായിരുന്നു? ഇത് എഴുതിയെടുത്തോ നിങ്ങള് ഈ പട്ടിക? ഓക്കെ മിസ്, ഞാൻ എഴുതി തെറ്റിപ്പോതാ. ഈ എല്ലാ നമ്പറിലും 1 1 തന്നെയാ, അതിനൊരു വ്യത്യാസവും ഇല്ല. ബൈനറിയിലാണെങ്കിലും 1 1 ആണ്, ഒക്ടലിലാണെങ്കിലും 1 1 ആണ്, ഹെക്സാഡെസിമലിലാണെങ്കിലും 1 1 ആണ്, പിന്നെ ഡെസിമലിലാണെങ്കിലും 1 1 ആണ്. ഈ 1ന് ഒരു മാറ്റവും ഇല്ല. 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, അതിന്റെ അപ്പുറത്തൊന്നും ഇല്ല. അത് ഏത് നമ്പർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും നമ്മൾ പഠിച്ച 4 നമ്പർ സിസ്റ്റത്തിലും 1ന്റെ വാല്യൂനും 0ന്റെ വാല്യൂനും ഒരു മാറ്റമില്ല. അല്ല മിസ്, ഈ ഹെക്സാഡെസിമലിന്റെ കോഡൊപ്പം വേറെ ഇരിക്കുവോ? ഞാൻ പറഞ്ഞുതരാം. ആയിക്കോട്ടെ. ഇനിയിപ്പോ അടുത്ത് വരുന്നുള്ളൂ. ഇയാള് വേറെ ആളും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഒന്നുമില്ല മിസ്, ഞാൻ 001 2 അതാണ് പ്രശ്നം. ക്ലിയർ ആയില്ലേ? ആയിക്കോട്ടെ. കേട്ടില്ലേ എന്താ പറഞ്ഞതെന്ന്? എന്നാലും എനിക്ക് തോന്നി എന്തോ മാറി എഴുതിയതാ തോന്നുന്നുണ്ടല്ലേ? ഓക്കെ. ഇപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഈ ഡൗട്ട് ക്ലിയർ ആയി തോന്നുന്നു. ഇവിടെ എത്രയേ ഉള്ളൂ, ഈ വരുന്ന 0 കളയരുത്. അവസാനം വരുന്ന 0 മാത്രമേ കളയൂ. ഞാൻ ഇതിനെയാണ് അവസാനം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഭാഗത്തിനാണ് ഞാൻ അവസാനം എന്നും, കാരണം ഇത് ഒറ്റയുടെ സ്ഥാനത്തല്ലേ, ഇത് അവസാനം. അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തിനെയാണ് ഞാൻ അവസാനം എന്ന് പറയാറ്, ഈ ഭാഗത്തിനെ. ഓക്കെ, ഇതിനെ ആദ്യമൊന്നും ഇതിനെ ഞാൻ അവസാനം എന്നും പറയും. സോ അപ്പോ എല്ലാവർക്കും പിടികിട്ടിയല്ലോ. ജസ്റ്റ് ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യൂ നിങ്ങൾ. 14533 ഇതിനൊന്ന് ബൈനറിയിലോട്ട് വേഗം കൺവേർട്ട് ചെയ്തേ. ആദ്യം ആരെ കൺവേർട്ട് ചെയ്യുക? അവരുടെ കൈ പൊക്കുക. റൈസ് യുവർ ഹാൻഡ്. വെയിറ്റിംഗ്. ടീച്ചറെ പറയട്ടെ? പറഞ്ഞു. 11001010101101. പറ ഒന്നുകൂടെ പറ. 11001001. ഹലോ, പറഞ്ഞോ. ആദ്യമുള്ള 2 0 പറയാനിട്ടാ. പറഞ്ഞോ. 11001001
011 011. 011 എന്താ ഇയാളുടെ പേരെന്താ? അജയ്. ആ, എല്ലാവർക്കും തന്നെയാണോ കിട്ടിയേ? നമുക്ക് നോക്കാം. 3 3 5 100. യെസ് അല്ലേ? കറക്റ്റ് ആണ്. ഇവിടെ 2 0 ഉണ്ട്, അത് കളഞ്ഞു, അതിന്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു ബൈനറിനെ ഒക്ടലിക്കും കൂടെ കൺവേർട്ട് ചെയ്യാം. എന്നാൽ പിന്നെ ആയില്ലോ, ജസ്റ്റ് ഈ നമ്പറിനെ കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്തോളൂ. ഈ നമ്പറിനെ ഒക്ടലിക്ക് കൺവേർട്ട് ചെയ്യും. ആ പറഞ്ഞോ. 5606 ആണോ? 5606. എല്ലാവർക്കും ഇതാണോ കിട്ടിയേ? ഓക്കെ, നമുക്ക് നോക്കാം. 6065. ഓക്കെ, കറക്റ്റ്. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് ഹെക്സാഡെസിമൽ എടുക്കാം. ഹെക്സാഡെസിമലിൽ നിന്ന് ടു ബൈനറി ഈസി കൺവേർഷൻ. ഇവിടെ നിങ്ങൾ നോക്കുക, ഹെക്സാഡെസിമലിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 0 1 2 3 4 5 6 7 8 9. പിന്നെ എന്താ വരുന്നത്? A B C D E F അല്ലേ? ഇത്രയാണ് ആ 16 നമ്പേഴ്സ് വരുന്നത്. ഇവിടെ ജസ്റ്റ് ഈ 10, 11, 12, 13 യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ മാത്രമാണ് കേട്ടോ ഈ കാണുന്ന ABCDEF ഒക്കെ. അല്ലാതെ അത് ഇങ്ങനെ ക്യാരക്ടറൊന്നുമല്ല. ജസ്റ്റ് 10 പകരം A. നമ്മളിങ്ങനെ എഴുതുമ്പോഴൊക്കെ നമ്പേഴ്സൊക്കെ എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടാണ് ഈ ABCD ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊന്ന് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. 0 1 1 0 1 1. ഇത് നിങ്ങൾക്ക് നല്ല രസമായിട്ട് കൺവേർട്ട് ചെയ്യാം. അത് എളുപ്പമാണ്, കാരണം ഈ ഇങ്ങനെ എഴുതി പോകാനേ നല്ല രസമാണ്. ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഈ കോമ്പിനേറ്റോറിക്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അല്ലേ? 1 1 1 1 0 0 0 1 0 0 1. പിന്നെ 1 0 1 0 1 0 1 1 1 1 0 0 1 1 0 1 1 1 1 0 1 1. നല്ല സുഖമായിട്ട് അങ്ങോട്ട് എഴുതി പോവാം. നിങ്ങളിത് ഇങ്ങനെ എഴുതാൻ പഠിക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് നിങ്ങളിങ്ങനെ ബിറ്റുകൾ ആഡ് ചെയ്ത് അങ്ങനെ എഴുതിയാൽ മതി. റൂൾ ഇത്രയേ ഉള്ളൂ. 1 + 1 = 1 0. ഈ റൂള് പഠിച്ചാൽ മതി. ഇത് മാത്രമേ അതിൽ പ്രശ്നം വരുള്ളൂ. 0 + 1 സാധാരണ പോലെ തന്നെ 1. ഇതേ വരുന്നുള്ളൂ. ഇതേ ഇവിടെ പ്രശ്നമായിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ അതേപോലെ തന്നെ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ബിറ്റിന് ഒരു ഹെക്സാഡെസിമലിൽ ഒരു ലാർജസ്റ്റ് ആയിട്ട് വരുന്നത് F ആണ്. ഈ Fനെ റെപ്രസെന്റ് ചെയ്യാൻ വരുന്നത് 4 ബിറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ ജസ്റ്റ് അഡീഷണലി 4 ബിറ്റാക്കി തന്നെ എഴുതുകയാണ്. ഇങ്ങനെ എഴുതുകയാണ്.
നിങ്ങൾക്ക് ഇപ്പം തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ എന്താ സംഭവം, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 ബിറ്റാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ഒക്ടൽ 3 ബിറ്റായിരുന്നു, ഇവിടെ 4 ബിറ്റായിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അതായത് ഇപ്പം നമ്മൾ ഒരു ബൈനറി നമ്പർ 110011110000001110 ഇങ്ങനെ ഒരു വലിയൊരു ബൈനറി നമ്പർ. ഇതിനിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഹെക്സാഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. ഞാനിതിനെ 4 ഗ്രൂപ്പ് ചെയ്യാം. അഡീഷണലി ഇവിടെ ഒരു 0 ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു വിചാരിക്കും. ഞാനത് ഇങ്ങനെ 4 ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഏതാ നമ്പർ എന്ന്. ഈ 0110 ഇവിടെ നോക്കുക, ഇത് 6 വരുന്നത്. നിങ്ങളിത് എഴുതിയെടുത്തോളൂ, ഈ ടേബിൾ എഴുതിയെടുത്തോളൂ നിങ്ങൾ. ഇതാരും കാണാപ്പാടെ പഠിക്കരുത് കേട്ടോ. നിങ്ങളിത് ഇങ്ങനെ എഴുതാൻ പഠിച്ചാൽ മതി, ഇങ്ങനെ ആഡ് ചെയ്ത് പോവാനേ. ഓക്കെ, അപ്പോൾ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, കൺവേർട്ട് ചെയ്യാം. ഇവിടെ 0110 എന്ന് പറയുന്നത് 6 ആണ്. ഈ 000 എന്ന് പറയുന്നത് 0 തന്നെ. ഈ 1111 എന്ന് പറയുന്നത് F. ഈ 1100 എന്ന് പറയുന്നത് 1010 ഇതാ E ആണോ? C ആണ്. C. Okay. C then 1. ഇതാണ് ഇതിൻ്റെ ഹെക്സാഡെസിമൽ ഇക്വാലന്റ്. അതായത് 1CF06 16. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? നമ്മളിപ്പോൾ ഒക്ടൽ പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒക്ടലിൻ്റെ ഐഡിയ മനസ്സിലായത് കൊണ്ട് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു നമ്പർ സംതിങ് ലൈക്ക് 9F1C, ഇതിന് നമ്മൾ എവിടേക്ക് കൺവേർട്ട് ചെയ്യണം? ഇതിന് എൻ്റെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്താ വരിക? സിക്ക് നമ്മൾ എന്ത് എഴുതുന്നു? 1100. 1ന് 4 ബിറ്റ് നിർബന്ധമാണ്, മറക്കരുത്. എഫിന് 1111. 9 എത്ര വരുന്നത്? 1001 അല്ലേ? 9 അതല്ലേ വരുന്നത്? നയൻ്റെ ഇക്വാലന്റ് ഇതല്ലേ ബൈനറി വരുന്നത്? യെസ് മാം. ഓക്കെ, അപ്പോൾ അതെന്ത് വരും? 2. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യം. നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ ഇതിൽ കുറച്ച് ഇതായിട്ട് വരുന്നുള്ളൂ. ഇതിൻ്റെ ആ ബൈനറി ഇക്വാലന്റ്, അത് നിങ്ങളത് എഴുതാൻ പഠിക്കുക, കാണാതെ പഠിക്കരുത്. ജസ്റ്റ് ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്യും. ഞാനിവിടെ എഴുതണം, നിങ്ങൾ നോക്കുക കേട്ടോ. 1001
E 8 16. ഇതിനൊന്ന് ബൈനറിക്ക് വേഗം കൺവേർട്ട് ചെയ്ത്. കിട്ടിയില്ലേ? യെസ് മാം. ആ പറ. 1 0 0 0 0 അതൊക്കെ വെയിറ്റ് 1 1 മിനിറ്റ്. പറഞ്ഞോ. 1 0 0 0 0 0 0 0 0 1 1 1 0 1 0 0 0. 0 എല്ലാവർക്കും തന്നെയാണോ കിട്ടിയേ? യെസ് മിസ്. ഓക്കെ. 8 1 0 0 correct. E 1 1 0 correct. 0 correct. 1 correct. We can add 0. Again either discard it 2. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പോർഷൻ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഈസി ആയിട്ടുള്ള കൺവേർഷൻ പഠിഞ്ഞെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണ് ബിറ്റ് ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് അവിടെ വെച്ചോളൂ. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഫുള്ള് മാത്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇപ്പോൾ ഇത് ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ ഈ ഓരോ ഇതൊരു ബിറ്റാണ്, ഇതൊരു ബിറ്റാണ്. ഓക്കെ, ഇതൊക്കെ ഒരു ബിറ്റാണ്. ഇറ്റ്സ് ഓൾ ബിറ്റ്സ്. ദാറ്റ്സ് ഇറ്റ്. ബൈനറി നമ്പർ സിസ്റ്റമാണ് നമ്മുടെ മെയിൻ. നമ്മുടെ കമ്പ്യൂട്ടറിന് അറിയാവുന്ന സാധനം ബൈനറി നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് അധികവും പഠിക്കുന്നതൊക്കെ ഇനി അങ്ങോട്ട് എല്ലാം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും കൂടുതൽ വരുമ്പോൾ നമുക്ക് ബൈനറി ആയിരിക്കും അധികം വരുന്നത്. ബൈനറിൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കേണ്ടത്, കുറേ പഠിക്കേണ്ടത് ബൈനറി. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന കാര്യത്തിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കൺവേർഷൻസ് ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കൺവേർഷൻസ് ഒക്കെ പഠിക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്തു വെച്ച കാര്യങ്ങളാണ്. ഇത് പക്ഷെ എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇതിന്റെ കൺവേർഷൻ വരുന്നത് എന്നുള്ളതിന്റെ തിയറിയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇതൊന്നും നിങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല, കമ്പ്യൂട്ടറിലൊന്നും നിങ്ങൾക്കൊന്നും ചെയ്യുന്ന ആവശ്യമില്ല. ഇതൊക്കെ ഓൾറെഡി ചെയ്തു വെച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇതെങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ